ഞാൻ കേരളത്തിൽ നിന്ന് 12,000 മുകളിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തെക്കേ അറ്റത്തുള്ള കോണ്ടിനെൻ്റൽ അന്റാർട്ടിക്കയിൽ എത്തിച്ചേർന്നു. ഈ അന്റാർട്ടിക്കയിലുടനീളം ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്ന ഓഷ്യൻ വിക്ടറി ആൽബട്രോസ് എന്ന കപ്പലിൻ്റെ ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്നൊരു കാഴ്ച ഒന്ന് വർണ്ണിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. കാരണം അങ്ങകലെ മനോഹരമായ മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഈ നീലക്കടലിനോട് ചേർന്ന് ധാരാളം മഞ്ഞിൻ്റെ ശകലങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന, അതുപോലെ അതിൽ സൂര്യരശ്മി അടിക്കുമ്പോൾ കിട്ടുന്ന റിഫ്ലക്ഷൻ ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ്. അവിടെ ഇങ്ങനെ ഈ തണുപ്പത്ത് ഈ ചൂടുള്ള കോഫിയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് ഈ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമായ നിമിഷങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് നിക്കോ ഹാർബർ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബോട്ടിൽ കുറച്ച് പേര് കയറി, ബാക്കി എല്ലാവരും, ഒരു ബോട്ടിൽ 10 പേരാണ്. എല്ലാവരും കയറി കഴിയുമ്പോൾ ഈ ബോട്ട് വിടും. രാവിലെ ഞങ്ങൾ പോയ ബോട്ടിൽ ആ കടലിൽ നല്ല റഫ് സീ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ ശാന്തമായ കടലാണ്. ചില കാഴ്ചകളുണ്ട്, കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് ശാന്തമാകും. ചുറ്റും അലയടിക്കുന്ന തണുത്ത കാറ്റും കണ്ണഞ്ചിപ്പിക്കുന്ന ഈ മഞ്ഞുമലകളും ഈ നീലക്കടലും മഞ്ഞും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ചൂടൊക്കെ അങ്ങ് മാറും. നമ്മളൊക്കെ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പുകൾ സാധാരണ എങ്ങോട്ടായിരിക്കും? കാട് കാണാൻ, അല്ലെങ്കിൽ ബീച്ചിൽ പോകാൻ, അല്ലേ? എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു സ്ഥലത്ത് പോയി ആസ്വദിക്കണമെന്ന് സ്വപ്നം കണ്ടവരിൽ ഒരാളാണ് ഞാൻ. ഞാൻ ഇവിടെ അങ്ങ് ദൂരെ മലമുകളിലേക്ക് നടന്നു കയറുന്ന മനുഷ്യരെ കണ്ടോ? സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സ്വപ്നഭൂമിയാണിത്. നമ്മളെ വരവേൽക്കാൻ അവിടെ പെൻഗ്വിൻ കൂട്ടങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ ഈ സുന്ദരമായ നിക്കോ ഹാർബറിൽ ഇറങ്ങി. അപ്പോൾ ഇത് പെൻഗ്വിൻ്റെ ഒരു ആവാസ കേന്ദ്രമാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇത് ജെൻഡു പെൻഗ്വിനാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. ഇത് കിങ്ങാണ്. ഇതിൻ്റെ വലിയ പെൻഗ്വിൻ വേറെ സ്ഥലങ്ങളിലുണ്ട്. ഇതിപ്പോൾ ഒരു നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് സ്നോ ഷൂയിങ് എന്നിവർ 2 കിലോമീറ്റർ അധികം സ്നോയിലൂടെ നടക്കുക, അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ കയാക്കിംഗ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റീസ് ഇവർക്കുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് മുകളിലേക്കൊന്ന് നടക്കട്ടെ. നമുക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ ഇച്ചിരി ഒരു സ്ട്രഗിൾ ചെയ്യണം. കാരണം പാറക്കർഷണയുടെ കൂടെയാണ്. കാരണം നല്ല വഴിയൊക്കെ നമ്മുടെ ഈ പെൻഗ്വിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിലൂടെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല. ഇത് പെൻഗ്വിൻ ഹൈവേ എന്ന് പറയും. കാരണം പെൻഗ്വിന് മാത്രം നടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയാണ്. നമ്മുടെ നാട്ടിലെ ഈ ആനത്താര എന്നൊക്കെ പറയും, ആനകൾ പോകുന്ന വഴി, അതേപോലെ ആനത്താര എന്ന് പറയാം, അതുപോലുള്ള ഒരു വഴികളാണ്. പെൻഗ്വിൻ്റെ നാടാണ് അന്റാർട്ടിക്ക. അതുകൊണ്ട് തന്നെ മനുഷ്യനേക്കാൾ പ്രയോറിറ്റി പെൻഗ്വിനാണ്. പെൻഗ്വിൻ നടന്നു വന്നത് കാണുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നോണം. പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് പോകാൻ പറ്റും. അങ്ങോട്ട് നോക്കിയേ, ഒരു സീലാണ് കിടക്കുന്നത്. അവൻ വളരെ മയക്കത്തിലാണെന്ന് തോന്നുന്നു. കണ്ടാൽ അറിയത്തില്ല, ഒരു പാറക്കർഷം കിടക്കുന്ന പോലെയാണ് ആശാൻ്റെ കിടപ്പ്. അത് കണ്ട പെൻഗ്വിൻ അവരുടെ ഹൈവേ കൂടെ, അവിടെ വഴിത്താരെ കൂടെ പെൻഗ്വിൻ അങ്ങനെ കയറി പോയാണ്. കറക്റ്റായിട്ട് ആ വഴിത്താരെ കൂടെയാണ് അവർ നടന്നു പോകുന്നത്. ഈ ആനയൊക്കെ നടക്കത്തില്ല, അതുപോലെ ഒരേ ലെവലിൽ നടന്നു പോയാൽ ഒറ്റക്ക് കൂട്ടം തിരിഞ്ഞ് വന്നിരിക്കാൻ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വന്നപ്പോൾ ഈ ആളുകളെ കണ്ടപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് സന്ദർശിച്ച് കളയാം എന്ന് കണ്ടാണ് അവൻ വന്നത്. ഒറ്റക്കാണ് ആശം പോകണം. കണ്ടാ ഒറ്റക്ക് വീണ്. നമ്മുടെ നാട്ടിൽ സൈക്കിൾ ഓട്ടി പോകത്തില്ലേ, അതുപോലെയൊക്കെ ഇതേ പോകുന്നു. നമ്മുടെ എക്സ്പെഡീഷൻ ടീമിലുള്ള ഒരു ലേഡി നിന്ന് ആളുകളെ നിയന്ത്രിക്കുന്നത്. കാരണം ഞങ്ങൾ മുകളിലേക്ക് നടക്കുന്നത് ഒരു ചെറിയ വഴിത്താരയിലൂടെയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വരുമ്പോൾ തമ്മിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് അവർ നമ്മുടെ നാട്ടിലെ ട്രാഫിക് ചെയ്യുന്ന പോലെ സ്റ്റോപ്പ് ബോർഡ് വെച്ച് കുറച്ച് പേരെ ഇങ്ങോട്ട് കയറ്റി വിടും, കുറച്ച് പേരെ അങ്ങോട്ട് കയറ്റി വിടും. ഒരു നല്ല പരിപാടി തന്നെ, മഞ്ഞിലെ ഒരു ട്രാഫിക്.
കാണുന്ന മഞ്ഞ് നല്ല വെണ്മയാർന്ന മഞ്ഞാണ്. പക്ഷേ ഇതിന് കുഴപ്പമുണ്ട്, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴും. അതുകൊണ്ട് ഞങ്ങൾ വടിയും കുത്തി വളരെ സൂക്ഷിച്ച് ഈ ചെറിയ പർവ്വതാരം ഒരു പോണ പോലെ സൂക്ഷിച്ചും കണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത്. നിക്കോയിലിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മളങ്ങ് ദൂരെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നീലക്കടലിൽ അവിടെ ആയിട്ട് പൊങ്ങിക്കിടക്കുന്ന മഞ്ഞിൻ ശകലങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ആൽബട്രോസ് കപ്പൽ വളരെ ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇത് ഈ വരുന്ന വൺ ബൈ വണ്ണായിട്ട് വരുന്ന ആളുകളില്ലേ, ഇവരൊക്കെയാണ് സ്നോ ഷൂയിങ്ങിന് വേണ്ടി പോകുന്നത്. അത് മല കയറാൻ വേണ്ടിയാണ്. 2 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടുന്ന് നടന്നു പോകുന്നതാണ് സ്നോ ഷൂയിങ്. അതിന് പ്രത്യേക പൈസ അടയ്ക്കണം. അപ്പോൾ അവരുടെ കാല് നോക്കി അതിനുള്ള എല്ലാ ഉപകരണങ്ങളും കൊടുത്താണ് ഇവരെ അയക്കുന്നത്. ഈ ജിൻഡു ആൻഡ് ചിൻസ്ട്രാഫ് പെൻഗ്വിൻസ് ഫീഗോസെലീസ് ഫാമിലി പെട്ടതാണ്. ഫീഗോസെലീസ് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ പേക്കാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും, ഇത് ജിൻഡു മാത്രമാണ്, ഈ രണ്ടുപേരും ഒരേ ഫാമിലി പെട്ടതാണ്. അങ്ങനെ അന്റാർട്ടിക്കയിൽ ഇന്ത്യൻ പതാക. ഏഴാമത്തെ കോണ്ടിനെൻ്റായ അന്റാർട്ടിക്ക. നിങ്ങളിപ്പോൾ നോക്കിയേ, വൈകുന്നേരം 7 മണിയാണ്, നല്ല വെട്ടം. അന്റാർട്ടിക്കയിൽ 10 മണി കഴിഞ്ഞാലും ഇരുട്ടാറില്ല. അതാണ് അന്റാർട്ടിക്കയിലെ വലിയ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇറങ്ങി താഴോട്ട് പോയി. ഞാനാണ് അവസാനത്തേക്ക്. എന്താ പറയുക, സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ തലയും കുത്തി താഴെ കിടക്കും. എന്തായാലും നമ്മുടെ കണ്ണിന് വളരെ നയനാനന്ദകരമായ ഒരു വിസ്മയ കാഴ്ചകളാണ് ഈ ഐലൻഡ് എനിക്ക് സമ്മാനിച്ചത്. ഈ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ കപ്പൽ ആ കിടക്കുന്നത് വേണമെങ്കിൽ ഇവർക്ക് നേരെ പോകാം. പക്ഷെ ഇവര് ഈ കടലിൻ്റെ ഈ ഐസ്ബർഗുകളുടെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി കറങ്ങി ചുറ്റി ഇതിൻ്റെ ഇടക്കൂടെയൊക്കെ ആണ് ബോട്ട് ഓടിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ സിൻസിയറിറ്റി ഒന്ന് പ്രത്യേകത തന്നെയാണ്. എന്തോ ഒരു കാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. തിമിംഗലമായിരിക്കാം. എല്ലാ ബോട്ടുകളും സ്പീഡിൽ അങ്ങോട്ട് പോയാണ്. ഞങ്ങളും വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് പോയാണ്. നോക്കാം നമുക്ക് എന്താണെന്ന്. ഓ, ബ്ലാക്ക് ഐസ്. തിമിംഗലം പ്രതീക്ഷിച്ച് വന്ന ഞങ്ങൾക്ക് ബ്ലാക്ക് ഐസാണ് കാണാൻ പറ്റിയത്. ഈ വെള്ള മഞ്ഞിൽ ബ്ലാക്ക് ഐസ്, അതൊരു വെറൈറ്റി തന്നെയാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ കടലിലുള്ള 2 വലിയ ഐസ്ബർഗ്സ് ഒരു നല്ല ഷേപ്പിലാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ 2 വലിയ ഗോപുരങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അന്റാർട്ടിക്ക വരുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ ഇവിടെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.